ആ ആണില്ലേ? ആ ആയിക്കോട്ടെ. ആ ഓക്കേടാ. ആ ഓക്കേടാ. എന്തൊക്കെയുണ്ട് വിശേഷം? ഫുഡൊക്കെ കഴിച്ചോ? എന്താ വീട്ടിലത്തെ വിശേഷമൊക്കെ? ആ നല്ല കാര്യമാണ്. ആ ആ ഞാൻ പിന്നെ വിളിക്കണ്ട് കേട്ടാ. കാര്യങ്ങളൊക്കെ എന്തായി? ആ ശരിയായില്ലേ? അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ എന്നോട് പറയണം കേട്ടോ. നല്ല കാര്യമാണ്. പറയണം കേട്ടോ കാര്യങ്ങളൊക്കെ. മോളെ പാത്രം ഒന്ന് കഴുകിയേക്ക്. ഒരു മിനിറ്റ് ഇടാ, ഒരു മിനിറ്റ്. ഇപ്പം ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കൂലേ? ഏത് നേരം ഫോൺ കുത്തിക്കൊണ്ടിരിക്കും. തലളക്കലല്ലോ. അച്ഛൻ കുറേ നേരമായിട്ട് ഫോണിൽ വിളിക്കണേ, ആരോടാണാവോ? അച്ഛൻ ചൂടായി കളിട്ടോ. ഉമ്മി ഓള് വേണ്ടി ഞാൻ പോട്ടെ. ആയിക്കോട്ടെ. നിൽക്കടിയോടെ ഈ ആരായിട്ട് ഫോണിൽ ഇങ്ങനെ സംസാരിക്കണേ? രാവിലെ തുടങ്ങിയാണല്ലോ. ഒരു മിനിറ്റ് അർജൻറ്റ് കോളാച്ചാ. ഫോണേ അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ഫുൾ സമയം ചെവി വെച്ചിങ്ങനെ സംസാരിക്കാനുള്ളല്ല, മനസ്സിലായോ? ഞാൻ സംസാരിക്കുന്ന അച്ഛൻ അറിയോ? നീ എന്ത് സംസാരിക്കണമെന്നല്ല, വീട്ടിലുള്ള പെൺകുട്ടികൾക്ക് ഓരോ പണികളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പെൺകുട്ടികൾ ഫോൺ എടുത്ത് കളിക്കല്, മറ്റുള്ള വർക്കുകളൊക്കെ ചെയ്യല്. ഇതെന്താ അച്ഛൻ അറിയോ? ഇതെന്താന്നുള്ളത് നീ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. നിന്റെ പ്രായം കഴിഞ്ഞിട്ട് ഞാൻ ഇത്ര ആയത്. അച്ഛൻ ഞാൻ പറഞ്ഞൊന്ന് കേൾക്കാൻ പറ്റുമോ? എനിക്ക് കേൾക്കേണ്ടത് പറഞ്ഞില്ലേ? ഒരു ഫോൺ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ. ഈ ഫോൺ ഉള്ളതുകൊണ്ട് നീ ഇനി ഫോൺ എൻ്റെ അടുത്ത് നിൽക്കട്ടെ. ഹലോ. അല്ല ആ രേഷ്മ എവിടെ? നിങ്ങൾ വിളിച്ച കാര്യം പറയും. രേഷ്മൻ്റെ അച്ഛനാവല്ലേ? രേഷ്മയ്ക്ക് ഒന്ന് കൊടുക്കൂ, അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ട്. ഹലോ രേഷ്മ. രേഷ്മ ഹലോ. ആ ചേട്ടൻ കൊടുത്തില്ലേ? അവളൊക്കെ വലിയ പെൺകുട്ടികളായവരല്ലേ, വീട്ടിൽ എന്തൊക്കെ വർക്കുകൾ ഉണ്ടാവും അവർക്ക്. നിങ്ങളിങ്ങനെ ഫുൾ ടൈം വിളിച്ചാൽ എന്താ അത്? അയ്യോ ചേട്ടൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ രേഷ്മയുടെ നല്ല ഫ്രണ്ടാണ്. ഞങ്ങൾ കൂടെ കോളേജിൽ പഠിച്ചവരാ. അവൾക്ക് നല്ലൊരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അവളുടെ ജീവിത പശ്ചാത്തലമൊക്കെ എന്നോട് പറഞ്ഞതാണ്. നല്ലൊരു ജോലിയാണ്, എൻ്റെ അമ്മാവൻ്റെ കമ്പനിയിലാണ്. ഞാൻ പറഞ്ഞാൽ എന്തായാലും കിട്ടും. അത് നല്ല സാലറി ഉള്ളൊരു ജോലിയും കൂടിയാണ്. അപ്പോൾ രേഷ്മയ്ക്ക് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ ഒന്ന് കൊടുക്കും അവൾക്ക്. ആയിക്കോട്ടെ, ഞാൻ കൊടുക്കാം. അവളുടെ ബയോഡാറ്റ സർട്ടിഫിക്കറ്റ് വായിച്ചു തരാമെന്ന് പറഞ്ഞതാണ്. പെട്ടെന്നാണ് ഫോൺ കട്ടായത്. കൊടുക്കാം മോനെ. കോളേജിൽ പഠിക്കുമ്പോഴേ അവളെ ജോലിയെക്കുറിച്ച് എന്നോട് പറയുമായിരുന്നു. അപ്പോൾ ഈ ജോലി വന്നപ്പോൾ എനിക്ക് ഓർമ്മ. എന്താ അച്ഛാ? ഈ ഫോൺ ചേച്ചി കൊണ്ടുകൊടുക്കും. ഇത് കൊടുക്കണോ? കൊണ്ടുകൊടുക്ക്. എന്തിന്? അവൾക്ക് പറയാനുള്ളതൊന്ന് കേട്ടാൽ മതിയായിരുന്നു.